നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 7 കമ്പനികളിലെ റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ മിക്കവാറും എല്ലാം തന്നെ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. കൂടുതലും ബൾക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റുകളാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നായ മൈക്രോസോഫ്റ്റിലെ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ മുതൽ നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കിലെയൊക്കെ അവസരങ്ങൾ വരെ സൂചിപ്പിക്കുന്നുണ്ട്. ഡിഗ്രിക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന വർക്ക് ഫ്രം ഹോം, അതായത് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന അവസരങ്ങൾ വരെ സൂചിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, അതിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൊക്കെ കണക്ട് ചെയ്യാം. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഒക്കെ പ്രവർത്തനങ്ങളുള്ള കേരളത്തിലെ തന്നെ വലിയ IT കമ്പനികളിലൊന്നായ എക്സ്പീരിയോൺ ടെക്നോളജീസിലാണ്. കൊച്ചിയിലേക്കും, അതായത് ഇൻഫോ പാർക്കിലേക്കും ടെക്നോ പാർക്കിലേക്കും ഒക്കെയാണ് ഇവർ ഹയർ ചെയ്യുന്നത്. ഇവർ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സിനും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള അവസരങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി ഒന്ന് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, BSc കമ്പ്യൂട്ടർ സയൻസ് IT, അല്ലെങ്കിൽ BCA, അല്ലെങ്കിൽ പോളിടെക്നിക്കൽ കമ്പ്യൂട്ടർ സയൻസ് IT പോലെയുള്ള ബ്രാഞ്ച് കഴിഞ്ഞവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. ആക്റ്റീവ് ബാക്ക്ലോഗ് കാണൽ, അതേപോലെ തന്നെ 70% മാർക്ക് 10th-ലും 12th-ലും ഡിഗ്രിക്കും ഒക്കെ നേടിയിരിക്കണം, അല്ലെ 7 CGPA നേടിയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 2024-ലും 2025-ലും ഈ കോഴ്സ് കഴിഞ്ഞവർക്കായിരിക്കും ഈ ഒരു അവസരമുള്ളത്. അപ്പം ഇതിൻ്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് കൊച്ചിയിൽ 15-ാം തീയതി രാജഗിരി കളമശ്ശേരിയിൽ വെച്ചിട്ട്, അതേപോലെ 25-ാം തീയതി തിരുവനന്തപുരത്ത് LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ചിട്ടുമാണ്. അപ്പോൾ 8:30 AM വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഓർക്കുക, ഇവരെ ചില സ്കില്ലുകൾ പറയുന്നുണ്ട്. ആ സ്കില്ലുകളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ്, നൈറ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ട്രബിൾ ഷൂട്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നോളജുള്ള, ഞാൻ ഈ പറഞ്ഞ എലിജിബിലിറ്റി, BSc കമ്പ്യൂട്ടർ, BSc IT, BCA അല്ലെ പോളിടെക്നിക്ക്, ഈ വിഷയങ്ങളിലൊക്കെ കഴിഞ്ഞ 2024-25 വർഷങ്ങളിലൊക്കെ കഴിഞ്ഞവർക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. സപ്പോർട്ട് ടീമിലേക്കായിരിക്കും ഈ ഒരു ഹയറിങ്. അപ്പോൾ ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇന്റർവ്യൂവിന് വരുവാൻ ക്യാരി ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങളും ആപ്ലിക്കേഷൻ ലിങ്കും ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം ഒരുക്കുന്നത് കേരള ഗവൺമെൻറ് കീഴിൽ തന്നെയുള്ള ഒരു കമ്പനിയായ ASAP ആണ്. ASAPും കേരള ഗവൺമെൻറ്റും കൂടിയിട്ട് ഒരു ഇന്റേൺഷിപ്പ് അവസരം ഒരുക്കുന്നുണ്ട്. അതായത് ലോക്കൽ സെൽഫ് ഗവർണൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് അവസരങ്ങളാണ് ഇവർ ഒരുക്കുന്നത്. 49-50ഓളം ഒഴിവുകളാണുള്ളത്. 1 ഇയർ ഇന്റേൺഷിപ്പ് ആയിരിക്കും. പ്രതിമാസം 10,000 രൂപയായിരിക്കും സ്റ്റൈഫൻഡ് ലഭിക്കുക. ആർക്കായിരിക്കും ഇത് എലിജിബിൾ ആവുക? BTech സിവിൽ കഴിഞ്ഞവർക്കായിരിക്കും ഇതിന് അനുയോജ്യമാകും. മിക്കവാറും എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട്. ടോട്ടൽ 49 ഒഴിവുകൾ. അപ്പം BTech സിവിൽ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടാത്തവർക്ക് ഒരു ഇന്റേൺഷിപ്പ് 10,000 രൂപ ശമ്പളത്തിൽ 1 ഇയർ ഇന്റേൺഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ASAPിൻ്റെ സൈറ്റിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ വേക്കൻസിയുടെ എല്ലാം ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ jobsbridge.com, ആ സൈറ്റിൽ പോയിട്ട് അതാത് കമ്പനികളുടെ പേര് പറഞ്ഞും ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ അവസരം സുയാൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഇത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ നിയോ സ്പേസ് കിൻഫ്ര ഇൻഡസ്ട്രിയൽ ടെക്നോ പാർക്ക് ഉണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സുയാൻസ് എന്ന് പറഞ്ഞാൽ. ഇവര് റിസർച്ച് അനലിസ്റ്റ് എന്ന തസ്തികയിലേക്ക് ഗ്രാജുവേറ്റ്സിനെ, ഫ്രഷർ ഡിഗ്രിക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 28,000 മുതൽ 32,000 രൂപ വരെ പേ പാക്കേജ് ഉള്ള അവസരമാണ്. 21-ാം തീയതി ഒക്ടോബർ വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഡിഗ്രിക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. നല്ല വേർബൽ ആൻഡ് റിട്ടൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം. അതേപോലെ തന്നെ മറ്റ് ചില സ്കില്ലുകൾ, കമ്പ്യൂട്ടർ സ്കില്ല്, പ്രത്യേകിച്ച് MS ഓഫീസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ടൊക്കെ റെഡിയാണ്. അതേപോലെ ലിനക്സ്, SQL ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് സെലക്ട് ആയാൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം 32,000 രൂപ വരെ പ്രതിമാസ ശമ്പളത്തിൽ ജോലി ചെയ്യുവാനായിട്ട് ഡിഗ്രിക്കാർക്കുള്ള ഒരു അവസരമാണ് സൂചിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം, ഇത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അവസരമാണ്. ഡേറ്റ ഫ്യൂസിംഗ് എന്ന് പറഞ്ഞ UK കമ്പനി.
ഇതൊരു വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ ഡേറ്റ ഫ്യൂസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു UK കമ്പനി ഇവര് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി ചെയ്യാം. എന്നാൽ ചില ദിവസങ്ങളിൽ ഇവരുടെ ചേർത്തല, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, അവിടെ നമുക്ക് ഇൻഫോ പാർക്കൊക്കെ ഉണ്ട്, ഈ ചേർത്തലയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതൽ ഹൈബ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസരമാണ്. വർക്ക് ഫ്രം ഹോം മാത്രമല്ല, ഹൈബ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം. അപ്പോൾ അത് 2.5 lakh പെർ ആനമാണ് ശമ്പളം ഉള്ളത്. ഇതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കുക, 3 year ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ അല്ലെ BTech MCO ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിന് അപേക്ഷിക്കാം. പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസ് അറിയണം, പ്രത്യേകിച്ച് ഈ ഫ്ലട്ടർ, SQL ഒക്കെ അറിയുന്നത്, അതിലെന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ചെയ്തത് പ്രിഫേർഡ് ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ChatGPT, AI ബേസ്ഡ് ടൂൾസ് ഒക്കെ അറിഞ്ഞിരിക്കുക നല്ലതായിരിക്കും. ചേർത്തല ഓഫീസിൽ ആവശ്യമുള്ളപ്പോൾ ചെല്ലേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ഒരു അവസരമാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടും ഇടയ്ക്ക് ചേർത്തലയിൽ ചെല്ലേണ്ടതുമായിട്ടുള്ള ഒരവസരം. ഫ്രഷേഴ്സിന് മുതൽ 1 year താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ ഫ്ലട്ടർ അല്ലെങ്കിൽ ഒറാക്കിൾ ഡേറ്റാബേസും ഒക്കെ അറിയാവുന്നവർക്കുള്ള ഒരു അവസരമാണ്. ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് അദാനി നാം അറിയുന്ന പോലെ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ കമ്പനിയാണ്. അദാനി ഗ്രൂപ്പ് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിലേക്കായിരിക്കും മിക്കവാറും ഇവരുടെ റിക്വയർമെൻറ്റ്സ്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാം. 3 തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. HR ബിസിനസ് പാർട്ണർ ഉണ്ട്, HRBP, അതേപോലെ HR ഓപ്പറേഷൻസ് ഉണ്ട്, അതേപോലെ ടാലന്റ് അക്വിസിഷൻ. ഈ 3 തസ്തികകളിലേക്കായിരിക്കും. ജോബ് ലൊക്കേഷൻ അഹമ്മദാബാദ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ 2 ലെവലിൽ ഹയറിംഗ് നടക്കുന്നുണ്ട്. ഫ്രഷർ ലെവലിൽ ഹയറിങ്ങിന് BCom, BBA അല്ലെങ്കിൽ MSW അല്ലെ MBA HR കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് 2025 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് റോളുകളിൽ, പ്രത്യേകിച്ച് മിഡ് സീനിയർ ലെവൽ റോളുകളിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ 5 to 10 years ഈ മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഓൾ ഇന്ത്യ ബേസിസിൽ അവസരങ്ങളുണ്ട്. അപ്പോൾ അതിനും MBA, MSW, MHR ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടെസ്റ്റും ഡീറ്റെയിൽസും ഒക്കെ പിന്നാലെ ആയിരിക്കും. അതിൻ്റെ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുക. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് ചെയ്യാൻ നോക്കുക. ഈ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ സൗജന്യമാണ് കേട്ടോ. ഇതിൻ്റെ പേരിൽ ആരും പണം ഒന്നും ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കാൻ. പിന്നെയുള്ള മറ്റ് മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് അവസരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇത് അടുത്ത അവസരം മൈക്രോസോഫ്റ്റിലാണ്. മൈക്രോസോഫ്റ്റിലേക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് ഇന്റേൺസിനെ ഇപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 10 അനൗൺസ് ചെയ്തിരിക്കുന്ന അവസരമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മൈക്രോസോഫ്റ്റിലാണ് ഈ ഒരു അവസരം. അവരുടെ സൈറ്റിൽ തന്നെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. അപ്പം ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? കറൻ്റ്ലി പെർസ്യൂയിങ് ബാച്ചിലേഴ്സ് ഓഫ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്. അതായത് മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്. അതായത് BCA, BSc കമ്പ്യൂട്ടർ, MCA, MSc കമ്പ്യൂട്ടർ, BTech ഇങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാം. മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 semester റിമൈനിങ്, ഒരു സെമസ്റ്ററോടെ, അതായത് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുക. അതായത് 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കായിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ജോബ് റോള് എന്തൊക്കെയായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഇവിടെ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പം കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് മൈക്രോസോഫ്റ്റിൽ ലഭ്യമായിരിക്കുന്ന ഒരു ഇന്റേൺഷിപ്പ് അവസരമാണ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് CDAC ലഭ്യമായിരിക്കുന്ന മറ്റൊരു അവസരം കൂടി ഒന്ന് പരിശോധിക്കാം. CDAC തിരുവനന്തപുരം ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. CDAC എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ്. ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ITയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സയന്റിഫിക് സൊസൈറ്റിയാണ് CDAC എന്ന് പറഞ്ഞാൽ. അവർ വിവിധ ലൊക്കേഷനിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ലൊക്കേഷനിലേക്ക് ഹയറിംഗ് ഉണ്ട്. ഒട്ടനവധി തസ്തികകൾ ലഭ്യമാണ്. മിക്കവാറും ഇത്രയും മേഖലകളിൽ അവസരങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഇവിടെ മനസ്സിലാക്കാം. CDACന്റെ ഹയറിംഗ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിൽ 3 ഒഴിവുകൾ, എല്ലാം തിരുവനന്തപുരം ഒഴിവുകളാണ് ഈ കാണിക്കുന്നത്. പ്രൊജക്ട് അസിസ്റ്റന്റ് 2 തസ്തികയിൽ 1 ഒഴിവ്, പ്രൊജക്ട് അസിസ്റ്റന്റ് 3 തസ്തികയിൽ 8 ഒഴിവ്, പ്രൊജക്ട് അസിസ്റ്റന്റ് 4 തസ്തികയിൽ 1 ഒഴിവ്. അങ്ങനെ കുറേ ഒഴിവുകൾ കാണാനായിട്ട് സാധിക്കും.
പ്രൊജക്ട് എഞ്ചിനീയർ ഇത് എക്സ്പീരിയൻസ്ഡുകാർക്ക് 6 ഒഴിവുണ്ട്. ഫ്രഷേഴ്സിൻ്റെ ചില അവസരങ്ങൾ ഇതാ പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർ 13 അവസരങ്ങൾ തിരുവനന്തപുരത്ത്, പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർ 3 അവസരങ്ങൾ തിരുവനന്തപുരത്ത്. അങ്ങനെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. കുറേ തസ്തികകളിലേക്ക് ഹയറിങ് അനൗൺസ് ചെയ്തിരുന്നത്. നമുക്ക് ഈ 13 ഒഴിവുകളുള്ള ഈ ഒരു ഫ്രഷർ അവസരം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ഫ്രഷർ, പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർ തിരുവനന്തപുരം 13 ഒഴിവുകൾ. വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലൈ. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും തിരുവനന്തപുരത്ത് 13 ഒഴിവുകൾ. 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതിൽ അപേക്ഷിക്കുന്ന BE/BTech മിനിമം 60% മാർക്ക്, അല്ലെ ME MTech, അതല്ലേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, MCA MSCക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 60% മാർക്ക് കാണണം. സ്പെഷ്യലൈസേഷൻ ഏരിയകളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്കിൽ സെറ്റ് C++, അല്ലെ ജാവ, പൈതൺ, റിയാക്ട്, നോഡ് JS അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കിൽസ് ഒക്കെ ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. മികച്ച പാക്കേജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മിനിമം CTC 5.6440, അതായത് 5.4 lakh per annum ആണ്. 3 year കോൺട്രാക്റ്റിലൊക്കെ ആയിരിക്കും ഈ ഒരു ഹയറിങ് നടക്കുക. അപ്പം ഇത് ഫ്രഷേഴ്സിനുള്ള അവസരമാണ്. ഇങ്ങനെ കുറേ അവസരങ്ങൾ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ CDAC-ൽ ലഭ്യമാണ്. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് കഴിയും. ഏജ് ഞാൻ അതൊക്കെ ഓൾറെഡി സൂചിപ്പിച്ചു. സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയായിരിക്കും, ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 20 ആയിരിക്കും. അപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ 7 കമ്പനികളിലെ ഹയറിംഗ് ഡീറ്റെയിൽസ് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉണ്ട്. അവിടെ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. മിക്കവാറും എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും സൗജന്യമാണ്. ഇതിൻ്റെ പേരിൽ ആരെങ്കിലും പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കാൻ. ഏതായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. കൂടുതൽ ജോബ് വേക്കൻസികൾ തേടുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയൊക്കെ തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.